ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു അവൽ വിളയിക്കുന്നതിന് റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ: അവൽ, തേങ്ങ ചിരകിയത്, ശർക്കര പൊടിച്ചത്, പൊട്ടുകടല, എള്ള്, ഏലക്കായ, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ. പൊടിച്ച ശർക്കര ഞാൻ എടുത്തിരിക്കുന്നത് 3 കപ്പാണ്. അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിക്കുക. കട്ടകളൊക്കെ മാറുന്നത് വരെ നല്ല വെള്ളം പോലെ ആക്കിയെടുക്കുക. അതിനകത്തെ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അലിഞ്ഞ് വെള്ളമായി ചേർന്നിട്ട് അത് അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെക്കുക. ശർക്കരയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് തേങ്ങയും കൂടെ ഇട്ട് നന്നായി ഇളക്കുക. ഏകദേശം ശർക്കരയൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റുന്നിടം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരുപാടങ്ങ് പറ്റി ഡ്രൈ ആകണ്ട. നന്നായി ഇളക്കി യോജിപ്പിക്കണം. തീയൊന്ന് സിമ്മിലിട്ടിട്ട് വേണം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാൻ. ഒരുപാട് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോകും. ഇപ്പോൾ ഏകദേശം നന്നായി വെള്ളമൊക്കെ പോയിട്ടിട്ട് ഒരുപാടങ്ങ് ഡ്രൈ ആയിട്ടില്ല. അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചുകൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് നമ്മുടെ അവലും കൂടി ഇടുക. ഞാനിവിടെ 6 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. അതിനായി 3 കപ്പ് ശർക്കരയും പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിക്കണം. അവലിൻ്റെ എല്ലാ ഭാഗത്തേക്കും ശർക്കര നന്നായി പിടിക്കണം. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ശർക്കര നന്നായി പുരണ്ട് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇതിനെ മാറ്റി വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച്, ഏകദേശം ഞാനൊരു 3 സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് പൊട്ടുകടലയും ഇട്ട് നന്നായി മൂപ്പിക്കുക. ഒരുപാടങ്ങ് കട്ടിയാകുന്നത് പോലെ മൂക്കരുത്. പൊട്ടുകടല ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും അതും ഒന്ന് ഇട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം മുന്തിരിങ്ങയും ചേർക്കുക. എല്ലാം നല്ലതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന എള്ളും കൂടി ചേർക്കുക. എള്ളിട്ട് കഴിഞ്ഞ് ഒരുപാട് നേരം തീയിലിട്ട് മൂപ്പിച്ചുകൊണ്ടിരിക്കേണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോകുകയുള്ള. അത് കാരണം ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതും തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അവലിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് നമുക്ക് 2 ആഴ്ചയോളം ഏകദേശം കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ അവൽ വിളയിച്ചത് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുവരെ ഇതുപോലെ ഒന്ന് ചേർത്തൊന്ന് വെച്ചേക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.